ഡ്രഡ്ജർ അഴിമതി കേസിൽ മുൻ DGP ജേക്കബ് തോമസിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് വിജിലൻസ് പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. തിരുവനന്തപുരം വിജിലൻസ് SP B അജയ്കുമാറിന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം. ശാലിനി കൂടുതൽ വിവരങ്ങൾ നൽകും. ശാലിനി, വിശദാംശങ്ങൾ. അല്പസമയം മുമ്പാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ജേക്കബ് തോമസിനെതിരെ ഒരു വിജിലൻസ് അന്വേഷണം നടത്താനുള്ള ഔദ്യോഗിക തീരുമാനവും ഉത്തരവും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വരുന്നത്. ഡ്രഡ്ജർ അഴിമതി കേസിൽ ഒരു വിജിലൻസ് അന്വേഷണം നടത്താം എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാരിന്റെ ഉത്തരവിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അന്വേഷണത്തിന് ഒരു പ്രത്യേക സംഘത്തെ രൂപീകരിച്ചുകൊണ്ടാണ് സർക്കാർ ഉത്തരവ് ഇപ്പോൾ ഔദ്യോഗികമായി പുറത്തിറക്കിയിട്ടുള്ളത്. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് സർക്കാർ ഉത്തരവ് എന്നുള്ളതാണ് അവർ പറയുകയും ചെയ്തിട്ടുള്ളത്. തിരുവനന്തപുരം വിജിലൻസ് SP V അജയ്കുമാറിന്റെ മേൽനോട്ടത്തിലാണ് ഡ്രഡ്ജർ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ഈ ഒരു അന്വേഷണം നടത്തുക. വിജിലൻസ് സ്പെഷ്യൽ സെൽ DYSP അനിൽ ജോസ് ആണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്നുള്ളതാണ് ഈ ഉത്തരവിൽ പറയുകയും ചെയ്യുന്നത്. തുറമുഖ ഡയറക്ടറായിരിക്കുന്ന സമയത്ത് ഡ്രഡ്ജർ വാങ്ങിയതിൽ അഴിമതി നടത്തിയെന്നും ആ അഴിമതിയിൽ ജേക്കബ് തോമസിന് പങ്കുണ്ട് എന്നുമാണ് കേസ്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അന്വേഷണം ആരംഭിക്കാനായി ഇത്തരത്തിലൊരു നടപടിയിലേക്ക് സർക്കാർ കടക്കുകയും ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളടക്കം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഈ ഡച്ച് കമ്പനിക്ക് ചോദ്യാവലി തയ്യാറാക്കി വിജിലൻസ് കാത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഡച്ച് കമ്പനിയായ IHC വീവറിന് നൽകാൻ ഒരു ചോദ്യാവലി അവർ തയ്യാറാക്കിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ചാൽ ഈ ഒരു കത്ത് കൈമാറാനിരിക്കുമ്പോൾ തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്, സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു നടപടി എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കരാർ ഉറപ്പിക്കും മുമ്പ് ഡച്ച് കമ്പനി പ്രതിനിധികൾ ജേക്കബ് തോമസിനെ കണ്ടു. അതെന്തിനാണ്, ഒപ്പം തന്നെ അവർ തമ്മിൽ നടത്തിയ ചർച്ചകൾ എന്താണ്, ഇതിലെന്താണ് ജേക്കബ് തോമസിന്റെ പങ്ക് എന്നത് അടക്കമുള്ളതാണ് ഈ ചോദ്യാവലിയിൽ ഉള്ളത്. ഇതടക്കമുള്ള അന്വേഷണങ്ങൾ നടക്കുന്നതിന് ഇടയിലും ഒപ്പം തന്നെ ഇത്തരം നടപടികൾ പൂർത്തീകരിക്കുന്നതിന് ഇടയിലുമാണ് ഇത്തരത്തിലൊരു കടുത്ത നടപടിയിലേക്കും അതിന്റെ ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുള്ള സംസ്ഥാന സർക്കാർ ഉത്തരവ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും പ്രതികാര നടപടി എന്ന് പറയാവുന്നതോടൊപ്പം തന്നെ കൃത്യമായ വിജിലൻസ് അന്വേഷണത്തിലേക്ക് കൂടി മുൻ തുറമുഖ വകുപ്പ് ഡയറക്ടർ ആയിരുന്ന ജേക്കബ് തോമസിനെതിരെ കടുത്ത നടപടിയിലേക്ക് സർക്കാർ കടക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വിജിലൻസ് SP V അജയ്കുമാറിന്റെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് അന്വേഷണം ആരംഭിക്കാനുള്ള സർക്കാരിന്റെ ഔദ്യോഗിക ഉത്തരവ്. ശരി ശാലിനി.